Man-animal conflict is not any new subject. It's a very old one. Since from an habitation itself, it is started. It is present all over the Kerala, India also, all world itself, it is an animal conflict. Here in Wayanad, the area is surrounded by forest and a distinct. Then it is adjacent to wildlife sanctuaries. Two wildlife sanctuaries of Karnataka and one wildlife sanctuaries of Tamil Nadu or tiger reserve. So animals are moving from here to here also. So sometimes especially during the summer months, during the hot season, then another is the major problematic animal is the monkey, is the main animal. And another is the elephant, then tiger, then goat. And these are the main problematic animal to the farming community. പക്ഷേ വയനാട്ടിൽ പല സ്ഥലത്തും കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും കാര്യങ്ങളുമാണ് ഉള്ളത്. കാരണം ആനയുടെ ശല്യം, കാട്ടുപന്നി, കുരങ്ങ്, അങ്ങനെ വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും പാക്കം ആ ഒരു ഭാഗം, പിന്നെ നടവയൽ, പുൽപ്പള്ളി, അങ്ങനെ ഒട്ടുമിക്ക ഏരിയകളിലും കാട്ടാന ശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യമാണത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഡേറ്റാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസേഴ്സ് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആന മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്ക, മാങ്ങ തുടങ്ങിയ വിളകളും. അപ്പം അതിൻ്റെ സീസണാണ് നമുക്ക് ഈ പറയുന്ന മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത്. ആ സമയത്ത് അത്തരം വിളകളോട് ആകൃഷ്ടരായിട്ട് ആന പോലുള്ള ജീവികൾ പുറത്തേക്ക് വരുന്നത് വളരെ കൂടുതലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജലവും വെള്ളവും കാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സമയവും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. പിന്നീട് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ വനാതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വന്ന കൃഷി രീതിയിലെ മാറ്റം. അതായത് ഒരു കാലത്ത് ഇപ്പോൾ വയനാടിൻ്റെ പേരിൽ തന്നെ ഉള്ളത് വയൽനാടൻ. അപ്പോൾ വയനാട്ടിൽ ഒരു കാലത്ത് നെല്ല് തന്നെയായിരുന്നു ഏറ്റവും പ്രധാന കൃഷി. അതേപോലെ തന്നെ കാപ്പി, കുരുമുളക്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാടിൻ്റെ പല മേഖലകളിലും വയൽ പ്രദേശത്ത് വാഴയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃഷി രീതികൾ വന്നതിനുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വാഴ പലപ്പോഴും ആന അടക്കമുള്ള വന്യജീവികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒരു വിളയാണ്. അപ്പോൾ അത്തരത്തിൽ ആന പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ മൃഗങ്ങളുടെ സ്വഭാവ രീതിയും വ്യത്യാസമാണ്. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരേപോലെ ആന. അപ്പോൾ വയനാട്ടിൽ തന്നെ മണിയൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്നു, ഒരു കാട്ടാന. നമ്മൾ റേഡിയോ കോട്ട് ചെയ്ത് 3 പേര് വന്ന ആനയാണ്. ആ ആന ഒരു നല്ല ഭാഗം ഒരു 6 മാസത്തിന് മുകളിലോ എല്ലാ വർഷവും അത് വനത്തിന് പുറത്ത് തന്നെയാണ്. പക്ഷെ അത് കോമ്പൻസേഷൻ ഒന്നും നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് ആരെയും വിളയെ ആക്രമിച്ചില്ല. എന്നാൽ ചില ആനകൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് ആനകളെ കൂട്ടി ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിനാശം വരുത്തുന്ന സ്വഭാവ രീതിയിലുള്ള ആനകളുണ്ട്. പിന്നീട് അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം, ഇപ്പോൾ സെന്നെ അടക്കമുള്ള സംഭവങ്ങൾ കാടിനുള്ളിൽ വരികയും സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ അവ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും അത് ഒരു റീസണാണ്. ആനയും പന്നിയും എല്ലാ കാട്ടുമൃഗങ്ങളും കൊണ്ട് ഭയങ്കര ശരിയാണെന്ന് വെച്ചാൽ ഈ പെൻസിലിങ്, സർക്കാരിൻ്റെ പെൻസിലിങ് വന്നിട്ടുണ്ട്. ഇപ്പം അഫ്റ്റ് വന്നതാണ്. അത് ഇന്നലെ രാത്രി വരെ പൊളിച്ചിലെ വിലങ്ങാടി എന്നുള്ളിടത്ത് 2-3 കൃഷിക്കാരെ കവുങ്ങും ഒക്കെ നശിപ്പിച്ചിട്ട് ജീവിക്കാൻ വളരെ വിഷമമാണ്. ഇപ്പോഴാണ് റോഡൊക്കെ അടുത്ത കാലത്താണ് റോഡും ബസ്സും ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു പാലമുണ്ട്. കർണാടകത്തിന് തൊട്ടടുത്താണുള്ളത്. 2 കിലോമീറ്റർ പോയ കർണാടക ബോർഡറാണ്. അപ്പോൾ പിന്നെ ഈ ആനശല്യം കൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റ് മേഖല, വയനാട് ജില്ലയിൽ വലിയ ടൂറിസ്റ്റ് മേഖലയായിരുന്നു. മേഖലയിൽ കുറുവാദ്വീപ് എന്ന സ്ഥലത്ത് ഇവിടെ ഒരു 1 കിലോമീറ്റർ പോയ കുറുവാദ്വീപാണ്. ആ കുറുവാദ്വീപിൽ വെള്ളച്ചാലി പോള് പറഞ്ഞാളെ പട്ടാപ്പകൽ ഡ്യൂട്ടിക്ക് പോയിരുന്ന ആളെ കൊന്നാണ് ആന. പട്ടാപ്പകൽ ഒന്ന് അതുപോലത്തെ അജീഷ് എന്ന് പറഞ്ഞാൽ പകൽ ഓടിയൊരു വീട്ടിൽ കയറുമ്പോൾ ഗേറ്റ് അടിച്ച് പൊളിച്ചിട്ടാണ് കൊന്നത്. അജീഷ് പറഞ്ഞത്. അങ്ങനെ ഒരു ലക്ഷ്മൺ, അങ്ങനെ
ഈ ചേകാട്ടിൽ തന്നെ ഒരു ആദിവാസി പെണ്ണുങ്ങളെ കാളി എന്ന് പറയുന്ന കട്ടക്കണ്ടിയിലെ കാളി ആന തട്ടി പിന്നെ അപ്പം മരിച്ചില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ വന്നു 10-15 ദിവസം വീട്ടിലാണ് മരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ടെക്നോളജീസ് നമ്മൾ ഇന്ന് വേൾഡിന്റെ പല ഭാഗത്തും, ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പല മിറ്റിഗേഷൻ സ്ട്രാറ്റജീസും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മിറ്റിഗേഷൻ ബാരിയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ വനാതിർത്തികളിൽ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന മതിലുകളാവാം, ഫ്രെഞ്ചാവാം, ഫെൻസിങ് ആവാം, ഇത്തരത്തിലുള്ള എല്ലാ മിറ്റിഗേഷൻ മെഷേഴ്സിന്റെയും ടൈംലി ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ഈ സൗരോർജ്ജ വേലികളൊക്കെ, സോളാർ ഫയർ ഫെൻസ് എന്ന് പറയും, അത്തരത്തിലുള്ള വേലികളൊക്കെ ആൾക്കാർ കാടിനുള്ളിലേക്ക് കയറുന്നതിനായിട്ട് കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ അടിക്കാട് വളർന്നിട്ട് ഫെൻസിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പല നിരീക്ഷണങ്ങളും വനാതിർത്തികളിലും വന്യമൃഗങ്ങൾ എത്തിച്ചേർന്നാലുള്ള വിവരങ്ങൾ നമ്മുടെ ഓഫീസേഴ്സിനും ജനങ്ങൾക്കും എത്തുന്ന രീതിയിലേക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണക്കുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുക. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വനാതിർത്തികളിൽ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ തെരച്ചിൽ നടത്തുക. അത്തരത്തിലുള്ള പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ഭാവിയിൽ നമുക്ക് കുറച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കും.